Yes, shall we move to the activities of unit number 5, Robo and Friends. അപ്പോൾ നമ്മൾ റോബോനെ കുറിച്ചിട്ട് 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ആക്ടിവിറ്റി. ഫസ്റ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിയ ഗോട്ട് റോബോ ദ റോബോട്ട് ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഷീ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. സിയക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് റോബോട്ടിനെ കിട്ടി. അവൾ അതിനെ നല്ലോണം സ്നേഹിച്ചിരുന്നു. വൺ ഡേ ഷീ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. ഒരു ദിവസം അവൾ ഒരു ബോയിയെ ഒരു പാർക്കിൽ വെച്ച് കണ്ടു. ഹി വാസ് നോട്ട് ആബിൾ ടു വാക്ക്. അവന് നടക്കാൻ കഴിയുമായിരുന്നില്ല. സിയ ഗേവ് റോബോ ടു ദാറ്റ് ബോയ്. സിയ റോബോയെ ആ ബോയ്ക്ക് കൊടുത്തു. സോ ഇതായിരുന്നു നമ്മുടെ 1ാം ക്ലാസ്സിലെ കഥ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സിയ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. ഡു യു നോ ദ നെയിം ഓഫ് ദ ബോയ്? സിയ ഒരു ബോയിയെ കണ്ടല്ലോ പാർക്കിൽ. അവൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ? Color the odd letter in each column and write those letters below. You will get his name. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓരോ നിര എന്ത് ചെയ്യണം? ഓഡ് ലെറ്റർ കളർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതാണ് ഓഡ് ലെറ്റർ? യെസ്, ഇറ്റ്സ് ഡി. നമുക്ക് അതിനെ കളർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈസ് ഹിയർ വിച്ച് ഈസ് എ. ദെൻ ഹിയർ എൻ. Here also N. Here Y. So let us write those letters here. നമുക്ക് ആ letters ഇവിടെ എഴുതാം. D-A-N-N-Y. Danny. So the boy's name is Danny. Activity 2. Robo wants to reach Danny's house. Help Robo reach there. റോബോക്ക് ഡാനിയുടെ ഹൗസിലേക്ക് പോകണം. നിങ്ങൾ എന്ത് ചെയ്യണം? റോബോയെ അവിടെ എത്താൻ സഹായിക്കണം. Start from here. Go like this. Then here, down, come here. Finally we reached the Danny's house. ഡാനിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റോബോക്ക് വേ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. Next, let us move to activity number 3. ഡാനി റീച്ച്ഡ് ഹോം ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി അവൻ്റെ പുതിയ വീൽ ചെയറുമായിട്ട് വീട്ടിലെത്തി. ഡാനീസ് ഫാദർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ്. ഡാനിയുടെ അച്ഛൻ ഇത് കണ്ടിട്ട് ആകെ സർപ്രൈസായി. കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എ വീൽ ചെയർ? ഹൂ ഗേവ് യു ദിസ് ഡാനി? ഒരു വീൽ ചെയർ നിനക്ക് എവിടുന്ന ഇത് കിട്ടിയത്? ആരാ തന്നത്? അപ്പോൾ ഡാനി പറയാണ്, എന്ത് പറയാണ്? യെസ്, സിയ ആണ് എനിക്ക് തന്നത് എന്ന് പറയണം. പിന്നെ ഇതൊരു വീൽ ചെയർ അല്ല, റോബോട്ടാണെന്നും പറയണം. എങ്ങനെ പറയും? സിയ ഗേവ് മീ ദിസ്. ഇറ്റ് ഈസ് നോട്ട് എ വീൽ ചെയർ, ഇറ്റ് ഈസ് എ റോബോട്ട്. ഇതൊരു വീൽ ചെയർ അല്ല, ഇതൊരു റോബോട്ടാണെന്ന് ഡാനി പറയണമല്ലോ അച്ഛനോട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ഡാനി ഈസ് ടെല്ലിങ് ദ സ്റ്റോറി ഓഫ് റോബോ ടു ഹിസ് ഫാദർ. ഡാനി നമ്മുടെ റോബോയെ കുറിച്ചുള്ള കഥ അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്. കണക്ട് ദ സെൻറ്റൻസസ് പ്രോപ്പർലി വിത്ത് ലൈൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഡാനി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഐ വാസ് സിറ്റിംഗ് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? സിയ കെയിം ദ. സിയ വന്നു. പിന്നെയോ? യെസ്, ഷീ ഹാഡ് എ റോബോട്ട് വിത്ത് ഹെർ. ഇറ്റ് വാസ് റോബോ. അവളുടെ കയ്യിൽ റോബോട്ട് ഉണ്ടായിരുന്നു, അത് റോബോ ആണ്. പിന്നെയോ? റോബോ ചേഞ്ച്ഡ് ഇൻ ടു വീൽ ചെയർ. റോബോ ഒരു വീൽ ചെയർ ആയിട്ട് മാറി. ദെൻ സിയ ആൻഡ് റോബോ ടുക്ക് മീ റൗണ്ട് ദ പാർക്ക്. സിയയും റോബോയും കൂടെ എന്നെ പാർക്കിൽ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയി. ആൻഡ് ഫൈനലി സിയ ഗേവ് മീ റോബോ ദ റോബോട്ട്. അവസാനം സിയ എന്ത് ചെയ്തു? റോബോട്ടിനെ എനിക്ക് തന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടു ഹിയർ, ദെൻ ലൈക്ക് ദിസ്. യെസ് സർ. ഓക്കെ, സിയ കെയിം ദ. ദെൻ ഷീ ഹാഡ് എ റോബോട്ട് വിത്ത് ഹെർ. ഇറ്റ് വാസ് റോബോ. റോബോ ചേഞ്ച്ഡ് ഇൻ ടു വീൽ ചെയർ. ദേ ടുക്ക് മീ അറൗണ്ട് ദ പാർക്ക്. ഫൈനലി സിയ ഗേവ് ദ റോബോട്ട് ടു മീ. 5. ഡാനീസ് ഫ്രണ്ട്സ് ലുക്ക്ഡ് അറ്റ് ദ വീൽ ചെയർ ക്യൂരിയസ്ലി. ഡാനിയുടെ ഫ്രണ്ട്സ് എല്ലാം വീൽ ചെയർ അത്ഭുതത്തോടെ നോക്കി. വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്? അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? കംപ്ലീറ്റ് ദ ഡയലോഗ്സ്. അവരുടെ ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ആംസ് ഓഫ് ദ ചെയർ ആർ. ചെയറിൻ്റെ ആംസ് എല്ലാം. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു വേർഡ് എന്താ? ആംസിനെ കുറിച്ച് പറയുമ്പോൾ നീളമുള്ള കൈകൾ അല്ലേ, ലോങ് എന്ന് പറയാം. ദ വീൽസ് ആർ. വീൽസ് ചക്രങ്ങൾ എങ്ങനെയാണ്? റൗണ്ട്. ദെൻ ദ ഡാഷ് ഈസ് സോഫ്റ്റ്. എന്താ സോഫ്റ്റ്? സീറ്റ് അല്ലേ, സീറ്റ് ഈസ് സോഫ്റ്റ്.
പിന്നെ എന്ത് പറയാം, ഈ ഫ്രണ്ട് പറയുന്നത് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്താ പറയാം, ഇറ്റ് ഹാസ് 2 ആൻറ്റിനാസ്, അതിന് 2 ആൻറ്റിനാസ് ഉണ്ട്. പിന്നെ ബിഗ് റൗണ്ട് ഐസ് ഉണ്ട്. ഇറ്റ് ഹാസ് മൗത്ത്. എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 16, ഫൈൻഡ് ദ ഡേറ്റ്സ്. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു മാജിക് ഷോൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2 January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെ ഒരു കലണ്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. കലണ്ടറിലും മുകളിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അതിൻ്റെ എല്ലാം ആദ്യത്തെ 3 അക്ഷരമേ കൊടുത്തിട്ടുള്ളൂ. ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെൻ ഈസ് ദ മാജിക് ഷോ. നമുക്ക് കലണ്ടറിൽ നോക്കിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന നോട്ടീസിൽ നമുക്ക് ഉണ്ട് എന്താണ്, ഓൺ 2 January. അപ്പോൾ നമുക്കത് എവിടെ എഴുതാം, ഓൺ 2 January. ഓക്കെ. നെക്സ്റ്റ് 18th January ഈസ് 18th January എന്നാണ്. 18 ഏത് ദിവസം? യെസ്, സൺഡേ അല്ലേ? നോക്കിയേ. ഓക്കെ. നെക്സ്റ്റ് വാട്ട് ഡേ ഈസ് 21st January. 21st January ഏത് ദിവസമാണ്? 21 എവിടെയാണ്? ദാറ്റ് ഈസ് വെനസ്ഡേ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ഡു യു ലൈക്ക് മാജിക്. നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ? ഹിയർ ഈസ് എ മാജിക് ഫോർ യു. നിങ്ങൾക്കൊരു മാജിക് ഇവിടെ കാണിച്ചു തരാം. റബ് എ ഷൂ ഫ്ലവർ ഇൻസൈഡ് ദ ബോക്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിനകത്തൊരു ചെമ്പരത്തി, ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞ ചെമ്പരത്തി എടുത്തിട്ട് ഫുള്ള് വരയ്ക്കണം. ടേക്ക് സം ലെമൺ ജ്യൂസ് ഇൻ എ ബൗൾ. കുറച്ച് നാരങ്ങ നീര് ഒരു ബൗളിൽ എടുക്കുക. ഡിപ്പ് യുവർ ഫിംഗർ ഇൻ ദ ലെമൺ ജ്യൂസ്. നിങ്ങളുടെ കൈകൾ ലെമൺ ജ്യൂസിൽ മുക്കുക. റൈറ്റ് മാജിക് വിത്ത് യുവർ ഫിംഗർ ടിപ്പ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ മാജിക് എന്ന് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടും? ഒരു മാജിക് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കാൻ എഴുതുന്ന ഒരു വീഡിയോ ഇവിടെ കാണിക്കാം. Danny and Robo are playing cricket with their friends. Complete their dialogues. അപ്പോൾ ഡാനിയും ഫ്രണ്ട്സും ക്രിക്കറ്റ് കളിക്കുകയാണ്, റോബോയും ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഡയലോഗ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രിക്കറ്റ് സ്റ്റംപ് ഔട്ടായി അല്ലേ? സ്റ്റമ്പിനെ കൊണ്ടിട്ട് ഔട്ടായി. സ്റ്റംപ്ഡ് ഔട്ട് എന്ന് പറയാം. പിന്നെ ഇവിടെ ഇത് ഔട്ടിനാണ് ഇങ്ങനെ കൈമതിക്കുക. അപ്പോൾ ക്യാച്ച് ചെയ്ത് ഔട്ടായി. ക്യാച്ച് കിട്ടിയത് കൊണ്ടാണ് ഔട്ട് അല്ലേ? ഫെൻറ്റാസ്റ്റിക് ക്യാച്ച്, ഔട്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ കൈ 2 വിരലും ഇങ്ങനെ കാണിക്കുക, 2 കൈ ഇങ്ങനെ വരത്തി പിടിക്കില്ല 6 അടിക്കുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ഷോട്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക? ഹുറേ ഇറ്റ് 6, അല്ലെങ്കിൽ പവർഫുൾ ഷോട്ട്, ഫെൻറ്റാസ്റ്റിക് 6 എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് അവിടെ എഴുതാം. നെക്സ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് വായിച്ചിട്ട് ചിത്രം കംപ്ലീറ്റ് ചെയ്യണം. റോബോ ഫ്ലൂ വിത്ത് ഡാനി ഓൺ ഹിസ് ബാക്ക്. റോബോ പിന്നെ ഡാനിയെ പുറത്തിരുത്തിക്കൊണ്ട് പറക്കുന്ന. ദ റോഡ് വാസ് ബ്ലാക്ക്. കറുത്ത റോഡാണ് താഴെയുള്ളത്. ദ റിവർ ലുക്ക് ലൈക്ക് ബ്ലൂ റിബൺ. റിവറെല്ലാം ബ്ലൂ റിബൺ പോലെ ഉണ്ടായിരുന്നു. ദ ഹൗസസ് വർ ലൈക്ക് മാച്ച് ബോക്സസ്. വീടുകളൊക്കെ തീപ്പെട്ടി കൂട് പോലെ. ദർ വർ കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദ റോഡ്. കാറും ബസ്സൊക്കെ റോഡുമേലുണ്ടായിരുന്നു. ദേ സോ എ ഫുട്ബോൾ ഗ്രൗണ്ട് നിയർ ദ റിവർ. റിവറിൻ്റെ അടുത്ത് അവരൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നല്ല ഭംഗിയിൽ ആ ചിത്രത്തെ മാറ്റി വരയ്ക്കാം. ഓക്കെ. എന്താണ് ഹൗസസ്, മാച്ച് ബോക്സ് പോലുള്ള ഹൗസസ് വേണം, ഫുട്ബോൾ ഗ്രൗണ്ട് കുട്ടികൾ കളിക്കുന്ന വേണം, കാറും ബസ്സൊക്കെ വേണം, ഓക്കെ, റിവർ വേണം. ആ രീതിയിൽ വരയ്ക്കുക. നെക്സ്റ്റ് The sun looked like a big red ball. The clouds were orange and yellow. Look at the picture below. Paste pieces of color papers or crepe papers sequence to make it beautiful. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിനകത്ത് നല്ല ഈ പറഞ്ഞിരിക്കുന്ന പോലെ, അതായത് ക്ലൗഡ് ഓറഞ്ച് യെല്ലോ വേണം, റെഡ് സൺ വേണം. അപ്പം അതൊക്കെ വെച്ചിട്ട് പേപ്പേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിക്കാം. കണ്ടോ? അതുപോലെ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ പിക്ചറാക്കി മാറ്റാം. ഓക്കെ.
Next, activity 11. Danny wrote in his diary about his flight on Robo's back and sailing in the sea. How would be his diary? ഡാനി പിന്നെ ഈ റോബോയുടെ പുറത്തുകൂടി ഇങ്ങനെ പറന്നു പോയത് ഡയറിയിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവൻ്റെ ഡയറി? അപ്പോൾ ഡയറിക്ക് ആദ്യം ദിവസം വേണം, മാസം വേണം, പിന്നെ ഡേറ്റും എല്ലാം വേണം. അപ്പോൾ അത് എഴുതും 18 January 2026 Monday. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്ക്. ഞാൻ റോബോയുടെ പുറത്ത് കയറി ആകാശത്തേക്ക് പറന്നു, അല്ലേ, ഹൈ ഉയരത്തിൽ പറന്നു. ഐ സോ ബേർഡ്സ് ആൻഡ് ട്രീസ്. ഞാൻ ബേർഡ്സും ട്രീസിനെയും കണ്ടു. ദ സൺ ലുക്ക് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സണ്ണ് വലിയ പിന്നെ റെഡ് ബോൾ പോലെയായിരുന്നു ഉണ്ടായത്. ദ ക്ലൗഡ്സ് വെർ ഓറഞ്ച് ആൻഡ് യെല്ലോ. ക്ലൗഡ്സ് ഓറഞ്ചും യെല്ലോ കളറായിട്ടായിരുന്നു ഉണ്ടായത്. ഐ സോ ദ ബിഗ് ബ്ലൂ സീ. ഞാൻ വലിയ ബ്ലൂ സീ കണ്ടു. ദെൻ ഐ വെൻറ്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ബോട്ടിലൂടെ സെയിൽ ചെയ്തു. ഐ ഹാഡ് സോ മച്ച് ഫൺ. എനിക്ക് ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഈ രീതിയിൽ ഡയറി കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 12. ദ ബോട്ട് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്. ഡാനി വാസ് സോ ഹാപ്പി. ഹി സാങ് എ സോങ് അലൗഡ്. സിംഗ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. ഡാനി ബോട്ട് എന്ത് ചെയ്തു? പിന്നെ സീല് ഇറങ്ങി. അപ്പോൾ ഡാനി ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഡാനി പാടിയൊരു പാട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഒരു ലൈന് ഒഴിവായിട്ടിട്ട് നിങ്ങൾ ആഡ് ചെയ്യണം. വേറെയും നിങ്ങൾക്ക് ലൈൻസ് ആഡ് ചെയ്യാം. നമുക്കൊന്ന് പാടി നോക്കാം. Sailing in my little boat, floating on the sea. Wind is cool and waves are bright. Splash, splash, here we go. Sailing in my little boat, floating on the sea. Sun is red and shines so bright. Splash, splash, here we go. ഈ രീതിയിൽ നിങ്ങൾക്ക് സോങ് പാടാം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 13. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോസ് സ്ക്രീൻ. ഡാനി റോബോയുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് കണ്ടു. ബാറ്ററി ലോ, ബാറ്ററി കുറഞ്ഞിരിക്കുന്നു. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്താ? ഓ നോ, റോബോസ് ബാറ്ററി സ്ലോ. അയ്യോ, റോബോയുടെ ബാറ്ററി കുറഞ്ഞിരിക്കുന്നു. വൈ ഈസ് ഹീ നോട്ട് മൂവിങ്? എന്താ ഇവൻ അനങ്ങാത്തത്? ഐ ഫീൽ വെരി സാഡ് ഫോർ മൈ ഫ്രണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് റോബോ വേക്കപ്പ്? എങ്ങനെ ഈ റോബോയെ ഒന്ന് ശരിയാക്കുക? വിൽ ഹി ബി ഓക്കെ? അവൻ നേരെ ആവുമോ? ഐ നീഡ് ടു ഫൈൻഡ് ദ വേ ടു ചാർജ് ഹിം സൂൺ. ഇവൻ എങ്ങനെയെങ്കിലും ചാർജ് ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്തണം, അല്ലേ? ഈ രീതിയിലൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവാം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 14. ഹെൽപ്പ് സിയ ആൻഡ് ഹെർ പാരൻസ് ടു ഫൈൻഡ് ദ വേ ടു ദ ബീച്ച്. സിയയും അവളുടെ പാരൻസിനെയും ബീച്ചിലെത്താൻ സഹായിക്കണം. അപ്പോൾ ഇവിടെ കമൻസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പോയാൽ ബീച്ചിൽ എത്താം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ്, ഗോ സ്ട്രെയിറ്റ് അലോങ് ദ മോസ്ക് റോഡ്. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് മോസ്ക് റോഡിലൂടെ പോവാം. ദെൻ ടേൺ റൈറ്റ് ടു മാർക്കറ്റ് റോഡ്. ഇവിടുന്ന് എന്ത് ചെയ്യണം? റൈറ്റിലോട്ടേക്ക് തിരിയണം. എങ്ങോട്ടാ? മാർക്കറ്റ് റോഡിലേക്ക്. ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് എൻ്റർ ദ ചർച്ച് റോഡ്. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ നിന്ന് എന്താക്കണം? ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ചർച്ച് റോഡിലോട്ട് പോകണം. ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ സ്ട്രെയിറ്റ് അലോങ് ദ ടെമ്പിൾ റോഡ്. അങ്ങനെ ലെഫ്റ്റ് പോയി സ്ട്രെയിറ്റ് ടെമ്പിൾ റോഡിലൂടെ പോവാം. ദെൻ ടേൺ റൈറ്റ് ആൻഡ് ഗോ അലോങ് ടു ദ ബീച്ച് റോഡ്. റൈറ്റിലോട്ട് തിരിഞ്ഞ് നേരെ ബീച്ചിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 പിന്നെ വർഷിപ്പ് പ്ലേസസ് കൊടുത്തിട്ടുണ്ട്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലമാണ്. ചേർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികളാണ്. മോസ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളികളാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 15. ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോ ഇഷ്ടമായോ? റോബോ ക്യാൻ ഡു മെനി തിങ്സ്. റോബോക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. റൈറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റോബോ, ദ റോബോട്ട്. ദ ഫോളോയിങ് പിക്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. നിങ്ങൾ എന്ത് ചെയ്യണം? റോബോനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഈ പിക്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് സഹായത്തിനായി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? റോബോ ഈസ് എ ബ്ലൂ റോബോട്ട്. ഹി ഈസ് വെരി കൈൻഡ് ഫ്രണ്ട്. റോബോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ. He takes Danny sailing in a boat. Robo is very strong. Robo can climb stairs. He likes to play with all the children. When he is tired, his battery is low. അല്ലേ? അവന് ക്ഷീണം വരുമ്പോൾ അവൻ്റെ ബാറ്ററി ലോ. അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവുന്ന പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. അപ്പോൾ 2ാം ക്ലാസ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സോ സി യു ഇൻ ദ 3rd സ്റ്റാൻഡേർഡ്. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.